പെട്ടെന്ന് വലിയ മെനക്കെടൊന്നും ഇല്ലാതെ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ ഒരു അടിപൊളി മുട്ടക്കുറുമ ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മുട്ടയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു വലിയ തക്കാളി, ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവ് ആവശ്യത്തിന് ചേർക്കുക, കാരണം നമ്മളിതിൽ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി അത് അടച്ചു വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയ്ക്ക് അല്ലെങ്കിൽ തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവും പാലാണ് ചേർക്കുന്നത്. ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിനൊരു പ്രത്യേക കണക്കൊന്നും പറയുന്നില്ല. ഏകദേശം ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ചേർത്ത് നോക്കാം. നിങ്ങൾക്ക് കറി എത്രത്തോളം വേണോ അതിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ തേങ്ങാപ്പാലിന് പകരം പശുവും പാലൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്ന കറിയൊന്നും അല്ല കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് തിളയ്ക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട എത്ര വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിത് തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റിലെ കറി റെഡി. അപ്പോൾ നമ്മൾ പാല് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ, കാരണം തേങ്ങാപ്പാൽ പോലെ കുറുകി വരുമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻസ് കാണുക ഫോളോ ചെയ്യാൻ മറക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.